അസ്സലാമു അലൈക്കും. ഒരു രാത്രി അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഒരു അതിഥിയും കൂട്ടി വന്നു. പരിഭ്രമം കണ്ട സമയത്ത് ഉമ്മു സലീമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ്? അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു. ഒരാൾ തിരുസന്നിധിയിലേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, താൻ വിശപ്പിനാൽ അവശനാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ആളെ അയച്ചു. ഇവിടെ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്നായിരുന്നു അവരുടെ മറുപടി. ഉടനെ നബി തിരുസന്നിധിയിൽ ചോദിച്ചു, ഇയാളെ ആരെ സൽക്കരിക്കും? അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഉടനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൂട്ടുകയും വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തന്റെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉമ്മു സുലൈമിനോട് ചോദിച്ചു. ഉമ്മു സുലൈം പറഞ്ഞു, ഇല്ല, കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമ്മു സുലൈമിനോട് പറഞ്ഞു, തൽക്കാലം നീ അവരെ എന്തെങ്കിലും പറഞ്ഞു ഉറക്ക്. എന്നിട്ട് അദ്ദേഹം വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്ന് കാണിക്കണം. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങവേ തീ നനയ്ക്കാൻ എന്ന ഭാവത്തിൽ നീ അത് കെടുത്തിക്കളയണം. അങ്ങനെ അന്ന് രാത്രി അതിഥി വളരെ മനോഹരമായി സൽക്കരിച്ചുകൊണ്ട് അവരിരുവരും പട്ടിണി കിടന്നു. സുബഹയ്ക്ക് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയാൻ ഒരുങ്ങവേ അദ്ദേഹത്തിന്റെ മുഖത്ത് നിലാവുദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബി പറഞ്ഞു, ഇന്നലെ നിങ്ങളുടെ അതിഥി സൽക്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങേയറ്റം സന്തുഷ്ടനായിരിക്കും. എന്നിട്ട് അതിനെ പശ്ചാത്തലമായിക്കൊണ്ട് ഇറക്കിയ ഒരു ആയത്ത് ഓതി കൊടുക്കുകയും ചെയ്തു. തങ്ങൾക്ക് തന്നെ ആവശ്യമുള്ളപ്പോൾ പോലും അന്യരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവർ, സ്വമനസ്സിന്റെ സ്വാർത്ഥം സൂക്ഷിക്കുന്നവർ തന്നെയാണ് വിജയികൾ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെയും ഈ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.